ഇല്ല. പിന്നെ ഇത് എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർക്ക് കൂടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ മണ്ണാർക്കാടിൻ്റെ ജലസ്രോതസ് സൈരന്ധ്രി പുഴ. നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, നമസ്കാരമുണ്ട്. ഞാനിന്ന് കുന്തിപ്പുഴയുടെ തീരത്താണ്. അതായത് മണ്ണാർക്കാടിൻ്റെ ജലസ്രോതസ്സായ സൈരന്ധ്രി പുഴയിലാണ് ഇപ്പം ഞാനുള്ളത് കേട്ടോ. അപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം അങ്ങനെ വേനൽ തുടക്കമായതുകൊണ്ട് അങ്ങനെ വറ്റി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുന്തിപ്പുഴയിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് കുളിച്ച് ഒന്ന് മനസ്സും ശരീരമൊക്കെ ശാന്തമാക്കിയിട്ട് ഒന്ന് അവിടെ അരകുറിശി ഉതിർക്കുന്ന ഭഗവതിയുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആരായാലും ഏത് വിശ്വാസി ആയാലും ഒന്ന് പോയി സങ്കടം പറഞ്ഞ് അവിടുന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നിങ്ങൾ മണ്ണാർക്കാട് വിടാൻ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ കുന്തിപ്പുഴ അരകുറിശി. അപ്പോൾ നിങ്ങളെന്തായാലും ഈ വഴി പോകുമ്പോൾ ഇവിടെ കുന്തിപ്പുഴയുടെ തീരത്തിൽ വന്നിട്ട് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ വെള്ളം പറ്റ കമ്മിയും കൊണ്ടേ ഇരിക്കുക. പക്ഷേ ഇത് ഇവിടെ ഏത് സമയം നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ, എനി ടൈം. മഴക്കാലത്താണ് ഏറ്റവും കാണാൻ ഭംഗി. പിന്നെ ഈ പുല്ലിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയോ? അതായത് വേനലിൽ പുഴകളിൽ ഈ പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വെള്ളം ക്ഷാമത്തിൻ്റെ തുടക്കമാണെന്നാണ് ശരിക്കും ഉള്ള ഒരു നിഗമനം. അങ്ങനെയാണ് എല്ലാവരും പറയണത്. ഇവിടെ കൊറ്റി അതേമാതിരി കിളികളൊക്കെ മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ പുഴയിൽ മീനില്ലാതെ ഈ കൊറ്റിക്ക് അറിയില്ല, അതാ സംഭവം. മീനുണ്ട് അത്യാവശ്യം. പിന്നെ ഇവിടുന്നൊക്കെ അങ്ങോട്ട് ഫുള്ള് നല്ല ആളുള്ള ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം അവിടെ നീർക്കാക്ക നിൽക്കുന്നുണ്ട്. നീർക്കാക്ക നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല ആളുള്ള ഏരിയയാണ്. അപ്പോൾ പിന്നെ ഇതാ അവിടെ ഒരു പാറയുടെ മുകളിലൊരു പയ്യൻ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ചാടി കുളിക്കാം നിങ്ങൾക്ക്. അവിടെയൊക്കെ നല്ല ആളുള്ള ഏരിയയാണ്. നല്ല രസമാണ് ഇവിടെ വന്നിട്ട് ഇരിക്കാനും ഓരോ കാര്യങ്ങളും പറഞ്ഞിങ്ങനെ ഇരിക്കാം, കുളിക്കാം. പിന്നെ ഇവിടെയൊക്കെ കൈത, ഫുള്ള് കാട്ടു കൈതകളാണ്. ഈ പുഴയുടെ പ്രത്യേകത എന്താ അറിയോ? രാവിലെ പുലർച്ചെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മണിയുടെ ഉള്ളിലൊക്കെ വന്നിട്ട് കുളിക്കുകയാണെങ്കിൽ, വൈകുന്നേരത്തും ഇതേപോലെ കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും. കാരണം ഇത് ഒരുപാട് മലയുടെ മുകളിൽ തട്ടി ഒഴുകി പലതരം മരങ്ങളുടെ ഇടയിലും ഒരുപാട് ചെടികളുടെ ഇല വീണ് അതിലൊക്കെ ഒഴുകി തട്ടി മുട്ടി വന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിനൊരു പ്രത്യേകത എന്തായാലും ഉണ്ടാവും. നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഒന്ന് ഇറങ്ങുക. അതൊക്കെ വേനൽക്കാലത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ അതാ ഇവിടെ ഒരു വീട് കണ്ടോ? ആ വീട് ശരിക്ക് ഞങ്ങളുടെ മണ്ണാർക്കാട് ഫില്ലിംഗ് സ്റ്റേഷൻ്റെ ഓണറുടെ വീടാട്ടത്. ഇങ്ങനെ പുഴ തീരത്തൊക്കെ ഇരിക്കാനും വീട് വെക്കാനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം. അപ്പോൾ ഇവിടെ ഫുള്ള് കല്ലല്ല, ഈ
വെള്ളം ഒഴുകിയിട്ട് ചെറിയ കല്ലുകളായിട്ട് രൂപാന്തരപ്പെടും. ഇതിക്കടെ ശരിക്ക് ചെരുപ്പിടാതെ നടക്കുമെന്നറിയാം. അപ്പോൾ നമുക്ക് പിന്നെ പൊതുവെ ഇപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ചെരുപ്പിട്ട അപ്പോഴാണ് നമുക്ക് രക്തോട്ടം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കുള്ള പ്രഭവ കേന്ദ്രം കൂടി കാലിൻ്റെ അടിയിൽ കുറേ എന്താ പറയുക ഈ കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പിട്ടിട്ട് നടക്കണം എന്നാണ് പറയുക. ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ അത്രയും ഗുണമാണ് അല്ലേ. ചെറിയ കിളികളുണ്ട് കേട്ടോ, നല്ല രസമാണ്. ഇവിടെ ഒരുപാട് പേര് വരാറുണ്ട് ശരിക്കും. ഇത് കാണാത്തവർ കുറേ ഉണ്ട്, കണ്ടിട്ടും അത് ശരിക്കും ഒന്ന് കുളിച്ച് പോവുക അത്രയുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കാണാൻ നല്ല രസമാണ്. ഇത് ഒഴിഞ്ഞൊരു പാറുണ്ട്, ഈ പാറ മേലെ നോക്കിയാൽ ശരിക്കും ഇതൊക്കെ മൂടി പോകും. കാരണം അത്രയും ഫോഴ്സിലാവും വെള്ളം വരിക. പിന്നെ അത് അവിടെ ഒരു സൈഡിലൊരു തോടുണ്ട്. ആ തോട് അങ്ങനെ പുഴ ഇങ്ങനെ അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അവിടുത്തെ ആ തോട് മൊത്തം വെള്ളം ബ്ലോക്കായിട്ട് അവിടെ ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തുക. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാവും. പിന്നെ അത് അവിടെ ഒരു മതിൽ പോലെ കണ്ടില്ലേ, ശരിക്കും ആ ഹൈറ്റിന് വരും വെള്ളം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചോ, റോഡിൻ്റെ മുക്കാൽ ഭാഗം കൂടി വെള്ളം വരുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടിപ്പോൾ ഇതിങ്ങനെ കാണിക്കാനും പറ്റിയില്ല. പിന്നെ ഇത് എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഇത് കാണിച്ചു തരുന്നത്. സുഹൃത്തുക്കളെ, ഇതാണ് ഞങ്ങളുടെ മണ്ണാർക്കാടിൻ്റെ ജലസ്രോതസ് സൈരന്ധ്രി പുഴ. നിങ്ങൾ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും. കുന്തിദേവിയും പിന്നെ പാണ്ഡവരൊക്കെ വന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഉരുളി കമത്തിയ ഒരു പുഴ എന്നാണ് ഇതിൻ്റെ പേര്. അതവിടെ ചെറുതായിട്ട് കാണില്ലേ. അപ്പോൾ അവിടെ ആ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ, അവിടുന്ന് കിലോമീറ്ററുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം വീരപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ നല്ലൊരു വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഇത് നല്ല അടിപൊളി മണലാണ്. അതായത് ഇത് നമുക്ക് വീട് തേക്കാനും അതേപോലെ തന്നെ പല വീടിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാം. നല്ല അടിപൊളി മണലാണ്. വേണമെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിക്കാർ കണ്ടിട്ടേ ഇത് കുറച്ചിങ്ങനെ ചലിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് കാശ് കിട്ടും. അപ്പോൾ ലാഭം അവർക്ക് തന്നെ. ഒരു 5-6 പണിക്കാരെ കൂട്ടിയാൽ മതി, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ പുഴയത്തെ മണലും ഇതൊക്കെ വാരാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കൊണ്ടുപോകാനിട്ടാണ് ശരിക്കും ഈ പ്രളയം വന്നിട്ട് പുഴ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിപ്പോയി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവും. കുറേയൊക്കെ നമ്മൾ എന്തെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ചെളി മണ്ണൊക്കെ മാറ്റില്ലേ, അതേപോലെ തന്നെ പുഴയത്തെ കാര്യങ്ങളും ഇതൊക്കെ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് നല്ലതായിട്ടുള്ള ഒരു പുഴ ഉള്ള ഒരു ബഹുമതി കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ആരും ശ്രദ്ധിക്കാത്തൊരു സമയം കൂടിയല്ലേ, അതും കൂടി ഇതിലുണ്ട്. പറഞ്ഞ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറച്ചവിടെ പോയ ചെക്ക് ഡാമുണ്ട്, അവിടെ സ്ത്രീകൾ കുളിക്കുന്നുണ്ട്. അപ്പോൾ പോയാൽ മോശമാണത്. അപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഒരുപാട് ആൾക്കാർ സ്വാമിമാരുണ്ട്, പിന്നെ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ ഉള്ളൊരു ഇത് മാത്രമാണ്. നല്ലൊരു വൈബ് മൂടാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഈ വഴിക്ക് എന്തായാലും ഇറങ്ങിയിട്ട് മണ്ണാർക്കാടിൻ്റെ സൗന്ദര്യം കൂടി നിങ്ങൾ കണ്ട് ആസ്വദിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല തെളിയുള്ള വെള്ളമാണ്, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അര മുക്കാല് നല്ല പിന്നെ ആളുള്ള സ്ഥലം കൂടിയാണ് ഇത്. പ്രത്യേകിച്ച് ഈ പാറയെടുക്കലൊക്കെ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതെ ആവേശം കൊണ്ട് ഇറങ്ങിച്ചാടും. അങ്ങനെയാണ് കുരുത്തിച്ചാലിൽ അപകടം ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ തെളിഞ്ഞ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ സൂക്ഷിച്ചിറങ്ങും. ഇവിടെയൊക്കെ നല്ല ആളുണ്ട്. നമുക്ക് തോന്നുന്നു ചെറിയൊരാളുള്ളത്, പക്ഷേ ഇവിടെ അരക്കപ്പം വെള്ളമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ അവിടുന്ന് മെല്ലെ പോരുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും സംഭാഷണങ്ങളും എല്ലാ തമാശകളും വർത്തമാനങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളും കാര്യങ്ങളും വിഷമങ്ങളും എന്തുണ്ടെങ്കിലും ഇതിവിടെ വന്നിട്ട് ഈ പടലിന് മേലെ വന്നിരുന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് സംസാരിച്ചിട്ട് തീരുമാനമായിട്ട് പോകണമെന്ന് മാത്രമല്ല, അല്ല പാതി വഴിയിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പോകാൻ നിൽക്കരുത്. അപ്പോൾ അത് മോട്ടിവേഷൻ എന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട്
നല്ലത് സംഭവം എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മണ്ണാർക്കാടിലേക്ക് വരുമ്പോൾ, മണ്ണാർക്കാട് വഴി പോകുമ്പോൾ എന്തായാലും നമ്മുടെ അരകുറിശി അമ്പലത്തിൻ്റെ അവിടെ കുന്തിപ്പുഴയിലൊന്ന് ഇറങ്ങിയിട്ട് കുളി കഴിഞ്ഞിട്ട് പോവുക. അത് വലിയൊരു സമാധാനം തന്നെയാവും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും നല്ലൊരു വിശേഷമായിട്ട് ഞാൻ വരാം.